ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നമുക്ക് വെറും 4 ചേരുവ മാത്രം മതി. അപ്പോൾ ആവിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 5 മീഡിയം സൈസിലുള്ള നമ്മുടെ മിൽക്ക് ബ്രെഡ് ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന, അപ്പോൾ അതേ ബ്രെഡ് തന്നെയാണ്. അപ്പോൾ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ബ്രെഡിന് വേണ്ടുന്ന ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പൊടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് പൊടിച്ചാലും മതി. അപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര, ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസുള്ള മുട്ട, 1 കപ്പ് നല്ല കട്ടിയുള്ള പാൽ. അപ്പോൾ ഈ ഒരു 5 ബ്രെഡിന് നമുക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. ഇനി ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. അതായത് മുട്ടയും പാലും പഞ്ചസാരയും നല്ലതുപോലെ മിക്സായിട്ട് കിട്ടണം. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു ബ്രെഡ് പൊടിച്ചില്ലേ, അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളമോ വേറെ ഒന്നും ചേർക്കേണ്ടത് ഇപ്പോൾ കറക്റ്റ് അളവാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കൊരു ബ്രെഡും പാലും നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രെഡും പാലും നമ്മൾ നേരത്തെ കലക്കി വെച്ചതിനേക്കാളും, അതായത് മിക്സ് ചെയ്ത് വെച്ചതിനേക്കാളും ഒരല്പം കൂടെ ഈ ഒരു കൂട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്, ഞാനിവിടെ സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് എണ്ണ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ പുഡിങ് കറക്റ്റായിട്ട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കൂട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കൂട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അലൂമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ എന്തെങ്കിലും ഇതുപോലെ ഒരു ഹോളുള്ള ഒരു അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് അടച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ 1-2 ഹോൾ ഈ ഒരു അലൂമിനിയം ഫോയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നേരിട്ട് തന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഇഡ്ഡലി സ്റ്റീമർ ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ആവിയുണ്ട്, അപ്പോൾ സൂക്ഷിച്ച് വേണം ഒന്ന് തുറന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ അലൂമിനിയം ഫോയിൽ മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം ഈ ഒരു പ്ലേറ്റിൽ നിന്ന് പുഡിങ് വിട്ടെടുക്കാം. ഇനി അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഈ സൈഡിലോട്ട് ജസ്റ്റ് ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഈ ഒരു പുഡിങ് പ്ലേറ്റിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ പുഡിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പിസ്താച്ചിയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സാധാരണ വീഡിയോ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ നട്ട്സൊക്കെ ഇടുമ്പോഴത്തേക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.